ഹായ് ഗൈസ്, സോ ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണിത്. യെസ്, വെൽക്കം ടു ഗിയർ പിക്സൽ. യെസ്, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഗെയിമർ എന്ന് പറയുമ്പോ ഇവൻ ഏത് നേരം കമ്പ്യൂട്ടർ പിടിച്ചിരിക്കും, പുറത്തൊന്നും കറങ്ങാൻ പോകില്ല എന്നുള്ളൊരു ടച്ച് ദ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, കുറച്ച് വെറൈറ്റിയാ. ഞങ്ങള് ഗിയർ മാറ്റിക്കൊണ്ട് ഗിയർ പിക്സലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പൊ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തി. എന്നിട്ട് ഇന്നലെ ചെറിയൊരു കറക്കം കറങ്ങി കോഴിക്കോട്. പക്ഷെ അത് വ്ളോഗൊന്നും ആക്കാൻ പറ്റിയില്ല, തോന്നിയില്ല. പിന്നെ നെക്സ്റ്റ് ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ 2 പേരെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരാള് ഇവിടെ അടുത്തൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്, ഒരാള് ഓൺ ദ വേ താമരശ്ശേരിയാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് വയനാടാണ്. വയനാട്ടിലേക്കുള്ളൊരു ട്രിപ്പാണ്. ഞങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. ഓവർ ടു ബ്രോ. അല്ല, നമ്മളെല്ലാം വിചാരിക്കും ഗെയിമേഴ്സ് ആണ്. കേൾക്കൂ. എല്ലാരും വിചാരിക്കും ഡിസ്കോളിൽ ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടീമൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. റാൻഡംലി 4-5 പേര് ഒന്ന് ഡിസ്കോളിൽ പറയുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ആദ്യം ഡ്രീം പറഞ്ഞ പോലെ തന്നെ ഫുൾ സെറ്റാണ് ഞങ്ങള്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവൻ ഡിസ്കോഡ് എന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങള് ഫ്രണ്ട്സ് ആവുന്നതിന് മുന്നേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ടിട്ടും കൂടെ ഇല്ല. ഫുള്ള് ഓൺലൈൻ ഡിസ്കോഡ് ത്രൂ മാത്രം ഫ്രണ്ട്സ് ആയ ആൾക്കാരാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ പലപ്പോഴും ബാംഗ്ലൂർ അവിടേക്ക് വെച്ച് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി തരാം. ഇത് ഡ്രീം, ഞാൻ ക്രോമോസ്, ഇത് അംബ്രോ. ഈ 2 പേരും കൂടെ വരാനുണ്ട്. അതിന് അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാ അവനാണ് ഞങ്ങളുടെ ശരിക്കും നേതാവ്, ചീഫ് എന്നാണ് അവനെന്തേ പിക്ക് ചെയ്യാൻ പോണത്. അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത്. യെസ്, അടുത്ത ആളെത്തി. ഇതാണ് നമ്മുടെ ചീഫ്, നമ്മുടെ ഗാങ്ങിന്റെ തലവനാണ്. തലവൻ ഏറ്റവും പ്രായം കൂടെ മൂത്താപ്പി ഇവൻ തന്നെയാ. യെസ്, അപ്പൊ ലക്സ് എത്തിയിട്ടുണ്ട്. 5-ാമത് ആൾ എത്തിയിട്ടുണ്ട്. അത് അൺലോക്ക് തൊപ്പിയൊക്കെ വെച്ച് ഊട്ടിക്ക് പോണ ലുക്കിൽ വന്നിരിക്കുന്നു. ജോർജോ. അപ്പൊ ഇനി നമ്മൾ നേരെ ലൊക്കേഷനിലേക്കാണ്, വയനാട്. പ്രോ റൈഡർ ഡ്രീം. ഇപ്പോഴും സ്റ്റിയറിംഗ് പിടിച്ചാൽ ഗെയിം കളിക്കണവരാണ് ഓടിക്കണ. യെസ്, അപ്പോൾ അങ്ങനെ വയനാട് ഞങ്ങളുടെ റിസോർട്ടിൽ ഞങ്ങൾ എത്തി. അപ്പോൾ റിസോർട്ടിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻട്രൻസ്. ഇങ്ങനത്തെ വില്ലാസാണ് ഇവിടെ ഫുള്ളുള്ളത്. സോ അങ്ങനത്തെ എൻട്രൻസിൽ കയറി വരുമ്പം ഇതാണ് ഞങ്ങളുടെ വില്ല. പിള്ളേരൊക്കെ ബാഗ് എടുക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. സെറ്റപ്പ് വില്ലയാണ് ഇവിടെ. നല്ല നല്ല അടിപൊളി വ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സംഭവമാണ് ഈ വില്ല. പിന്നെ കുറേ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം പോകുന്ന സമയത്ത് അടിപൊളിയാക്കാം. പക്ഷേ അതിന് മുന്നേ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു ഹോട്ടൽ? താസ എന്നൊരു ഹോട്ടൽ. ഞങ്ങൾ ഉദ്ദേശിച്ച ഹോട്ടൽ വേറെ ആയിരുന്നു, ബിൽഡർ എന്നൊരു ഹോട്ടലായിരുന്നു. അതിവിടെ ഉറക്കം പറഞ്ഞാൽ ഫുഡിൽ തുപ്പി തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കം പറയാത്തത്. അപ്പം അത് കഴിക്കാൻ ഫുൾ ഗാങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിച്ച് കഴിഞ്ഞു. അയ്യോ, ഫുഡ് കാണിച്ചില്ല, അത് മറന്നുപോയി. സോറി ഗൈസ്, ഫുഡ് കാണിക്കാൻ മറന്നുപോയി. ഞങ്ങൾ ഫുഡ് കണ്ടപ്പോൾ ആക്രമണം മൂത്ത് അതിലേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുഡ് കാണിക്കാൻ മറന്നുപോയി. ഞങ്ങൾ അവിടെ നിന്ന് എന്താ ബിരിയാണി അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചത്. ഫുഡ് കഴിച്ച് നെക്സ്റ്റ് നമ്മളിനി പൂക്കോട് ലേക്ക് കാണാനാണ് പോകുന്നത്. ഇവിടെ അധികം അങ്ങനെ കാണാൻ മാത്രം സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിയർ ബൈ ഉള്ള കുറച്ച് പ്ലേസസ് കാണാമെന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് പൂക്കോട് ലേക്കിലേക്കാണ്. നല്ല അടിപൊളി ഒരു റൂട്ടിൽ കൂടെ നടക്കണം. പാർക്കിംഗ് താഴെയാണ്. പാർക്കിങ്ങിൽ നിന്നൊരു 100 മീറ്റേഴ്സ് നടന്നു പോയാലാണ് ഈ ലേക്കിൻ്റെ സ്ഥലത്തേക്ക് എത്തുക. ഞങ്ങളിപ്പോൾ അങ്ങോട്ടുള്ള നടത്തത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലേക്കിൻ്റെ ഉള്ളിലെത്തി. ഇൻസൈഡ് ദ ലേക്ക്. ബോട്ടിങ്ങിനൊന്നും ദൃശ്യങ്ങൾ ഇതാണ്.
ബോട്ടിങ്ങിനും കാര്യങ്ങളൊന്നും ഞങ്ങൾ പോകുന്നില്ല, പോകാൻ മാത്രമൊന്നുമില്ല. പക്ഷേ സംഭവം ഏരിയ അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? വേറെ ഒന്നും ഇല്ലെങ്കിലും വെയിലുണ്ടെങ്കിലും അത്രയ്ക്ക് ചൂടില്ല. അതെ, നല്ലൊരു ക്ലൈമറ്റ്, ചെറിയൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് ക്ലൈമറ്റ് കൊള്ളാം, സൂപ്പറാണ് ക്ലൈമറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു വനമേഖലയിലാണുള്ളത്. ഒന്നുമല്ല, അതേ ലേക്ക് തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ ഇത് എന്താ സ്ഥലം എന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഇല്ല. നടക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിൽ അങ്ങനെ നടന്നു പോകണമെന്നേ ഉള്ളൂ. സംഭവം ഒരു നൈസ് സ്പോട്ടല്ല. ഇത് നോക്ക് ഇത് നൈസായില്ലേ? എല്ലായിടത്തും ജയിച്ചിരിക്കണമല്ലോ. എല്ലായിടത്തും കപ്പിൾസ് ആണ്. അങ്ങോട്ട് പോയി നമ്മൾ ഒരു ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതെ, അലമ്പായിരുന്നു അല്ലേ? അലമ്പായിരുന്നു നമുക്ക്, പക്ഷെ നമ്മൾ അലമ്പുന്നില്ല. അവരുടെ പ്രൈവസി, നമ്മുടെ ഡീസൻസി നമ്മൾ എവിടെ പോയാലും പാലിക്കണം. യെസ്. അവന് കുരങ്ങനെ പറ്റിയാണ് അവൻ്റെ ടെൻഷൻ. ജീവനെ കുരങ്ങൻ കടിക്കുമെന്നുള്ള പേടിയാ ജീവന്. ശരിക്കും Day 2 ഞങ്ങളിപ്പം ഓൺ ദ വേ ബാക്ക് ആണ്. ഞങ്ങൾ ഇന്നലത്തെ അവിടെ ഇവിടെയൊക്കെ നല്ല ഫണ്ണാക്കി എൻജോയ് ചെയ്തു. കുറേ നേരം പൂള് കളിച്ചു, ഇപ്പോൾ നല്ല ഫുഡ് കഴിച്ചു, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു. ഹലോ, ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരികയാണ്. അപ്പോൾ റിട്ടേൺ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ അടിപൊളി ഒരു വ്യൂ കിട്ടി. ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവാണ്. കാറിൽ തന്നെയാണ് ഞങ്ങളപ്പോൾ റിട്ടേൺ. ഇനി ബാക്ക് ടു കോഴിക്കോട്. അവിടെ നിന്ന് പിന്നെ ഓരോരുത്തരുടെ വഴി അങ്ങനെ പോകും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ്.